ഹലോ, ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഒരു ചോക്ലേറ്റ് കേക്ക്. സ്പീഡ് നമ്മൾ അളവൊന്നും മെഷർമെൻ്റൊന്നും കറക്റ്റായിട്ടൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. ഒരു കൈയളവിനെല്ലാം അങ്ങ് എടുക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കിയപ്പം. 8 സ്പൂൺ മൈദ, 4 സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ, പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇതിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അരിച്ചൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 1.5 സ്പൂൺ ബട്ടർ, അത് റൂം ടെമ്പറേച്ചറുള്ളതല്ലായിരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര, ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ബട്ടറും ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആക്കാൻ നോക്കി. പക്ഷേ മിക്സ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ അത് മിക്സ് ആയില്ല. പിന്നെ ബീറ്റർ എടുക്കാനുള്ള മടി കാരണം ഞാനിത് ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഈ മിക്സിൻ്റെ അകത്തോട്ടിട്ട്, എന്നിട്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മുട്ട ഒരിക്കലും വേവരുത്. ഈ പഞ്ചസാര മെൽറ്റ് ആവണം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ആവണം. കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് ഒരു 1-2 മുട്ട വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഒട്ടും മുട്ട വേവാൻ ഇടയുണ്ടാവരുത്. നല്ല രീതിയിൽ അത് മിക്സ് ആവണം. പഞ്ചസാരയും ബട്ടറും കൂടെ നല്ല രീതിയിൽ മെൽറ്റ് ആകുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ആ പൊടി ഉണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടി, അത് ഇതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഞ്ചസാര നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഒരു ഇച്ചിരി കട്ടി കിടക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് മെൽറ്റായിട്ട് നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്കിത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൽ നിന്നൊരു ഡിഫറൻ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ആക്കണം. പക്ഷെ കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യണം. നമുക്കൊരു അത്യാവശ്യം ഒരു റിബൺ ഇങ്ങനെ ഇടുന്ന കണക്കുപോലത്തെ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് വേണ്ടത്. ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പം അതുവരെ ഒന്ന് ഇച്ചിരി പാൽ, ഒരു 2-2.5 സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പ് എടുക്കണം. കപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മറ്റേ കേക്ക് ടിന്നിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും. കുറേ ടൈമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് വരും. നല്ല മണം വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് തൊട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടാണ് ഇട്ടേക്കുന്നത്, ചോക്കോ ചിപ്സ് അല്ല. എന്നിട്ട് ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൻ്റെ അകത്തോട്ട്, അലുമിനിയം പാത്രത്തിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ഒരുവിധം മണം വരും, അപ്പം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് കുത്തി നോക്കണം. മാവ് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ റെഡിയായി. നല്ല അടിപൊളിയായിട്ട് ഇത് പൊങ്ങി വന്നിട്ടോ. ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സ്പൂൺ എക്സ്ട്രാ പഞ്ചസാരയും കൂടെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ മധുരം ഉണ്ടായേനെ. പിന്നെ എനിക്ക് ഇത്രയും മധുരം മതിയതുകൊണ്ട് ഓക്കെ ആയി. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകും. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചൂടോടെ കഴിച്ചിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതും ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.